ആർ ശ്രീജിത്ത് ചേരുകയാണ് തിരുവനന്തപുരം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്തെ, പൂരപ്പറമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല സ്ഥലമല്ലേ പോയി നിൽക്കാൻ? അപ്പോൾ പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിൽ പൂരപ്പറമ്പിലാണെങ്കിൽ കേരളം തെരഞ്ഞെടുപ്പിന്റെ പൂര ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സൂക്ഷ്മ പരിശോധന, പത്രികാ പിൻവലിക്കലെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം പൂർണ്ണമായി. സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഈ 140 മണ്ഡലങ്ങളിലും വീറുറ്റ പോരാട്ടമാണ് നടക്കുന്നത്. അതിന് കാരണം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പ്. കാരണം 3ാം തവണയും ഭരണം നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF. അതുകൊണ്ട് തന്നെ അവർ നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നു. UDF ആകട്ടെ 10 കൊല്ലത്തെ അധികാര നഷ്ടം നികത്തി അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള കഠിന പ്രയത്നം നടത്തുന്നു. NDA ആകട്ടെ സംസ്ഥാനത്ത് വലിയ സാന്നിധ്യം തങ്ങളുടേതായി അറിയിക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ രംഗത്തിറങ്ങുന്നു. അങ്ങനെ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും ശക്തമായി ഉയരുന്നത് CPM BJP ഡീൽ എന്ന കോൺഗ്രസിന്റെ ആരോപണമാണ്. കാരണം സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും CPMനെ സഹായിക്കാൻ BJP ദുർബലരായ സ്ഥാനാർത്ഥികൾ നിർത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം നീളുന്നത് 2020 മുന്നണി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിലേക്കാണ്. പലയിടങ്ങളിലും ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അതിനായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തൃപ്പൂണിത്തുറ, റാന്നി തുടങ്ങിയ പല മണ്ഡലങ്ങളുടെയും പേരുകൾ കോൺഗ്രസ് നേതാക്കൾ എടുത്തു കാണിക്കുന്നുണ്ട്. എന്തിന് വട്ടിയൂർക്കാവിൽ പോലും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയാണ് എങ്കിൽ കൂടി അവിടെയും ആക്ഷേപങ്ങൾ ഉയർന്നു. അങ്ങനെ CPM BJP ഡീലിൽ ചുറ്റിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗം സജീവമാകുന്നത്. ഇന്ന് VS സുനിൽകുമാർ നമുക്ക് നൽകിയ അഭിമുഖത്തിലടക്കം ഈ ഡീലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ വിമർശിക്കുന്ന നടപടികൾ വന്നു. എന്തായാലും CPM BJP ഡീലല്ല, മറിച്ച് കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീൽ എന്നാണ് ഈ LDF ആരോപിക്കുന്നത്. SKN വീണ്ടും സ്വാഗതം. നമ്മൾ പൂരപ്പറമ്പിലെ നമ്മുടെ മോർണിംഗ് ഷോ തുടരുകയാണ്. കോഴിക്കോട് നിന്ന് അല്പസമയത്തിനകം അജി കുഞ്ഞുമോൻ കൂടി നമുക്കൊപ്പം ചേരും. തെരഞ്ഞെടുപ്പ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സജീവമായി കഴിഞ്ഞു. മത്സര ചിത്രം തെളിഞ്ഞതോടെ തീർച്ചയായിട്ടും വാശിയേറിയ പോരാട്ടം നടക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കൊരു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അജി കുഞ്ഞുമോനിലേക്ക് പോകാം. അജി കുഞ്ഞുമോൻ, എന്തൊക്കെയാണ് കോഴിക്കോട്ടെ വിശേഷങ്ങൾ? പറയൂ. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതിന് ശേഷം എന്താണ് കോഴിക്കോടിൻ്റെ അവസ്ഥ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വാശിയേറിയ പോരാട്ടത്തിൽ തന്നെയാണ് വടക്കൻ കേരളവും ഉള്ളത്. അതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് വടക്കൻ കേരളത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്നത്, എല്ലാവരും ഉറ്റുനോക്കുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. പയ്യന്നൂരിലടക്കം വലിയ തലത്തിൽ CPMന് എങ്ങനെ അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളത് ഉറ്റുനോക്കി നിൽക്കുകയാണ് കോൺഗ്രസ് അടക്കം. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രസ്താവന ഇങ്ങനെയായിരുന്നു: തകരാത്ത കോട്ടകളെല്ലാം തങ്ങൾ തകർക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് നേതാക്കളടക്കം നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയേണ്ടത്, കോൺഗ്രസിന്റെ വിമതരായിട്ടുള്ള ആളുകൾ വലിയ തലത്തിലുള്ള തലവേദന കോൺഗ്രസിനും വരുത്തിവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ പത്രിക പിൻവലിക്കേണ്ട സമയമായിട്ടും കോൺഗ്രസിൽ നിന്നുള്ള വിമത സ്ഥാനാർത്ഥികളൊന്നും തന്നെയും പത്രിക പിൻവലിച്ചിരുന്നില്ല. അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിലാണ്. കൊയിലാണ്ടി മണ്ഡലത്തിലാണ് 13 സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമതർക്കൊപ്പം തന്നെയും അപരന്മാരുടെ ശല്യവും ഏറ്റവും കൂടുതൽ ഉണ്ട്. സ്ഥാനാർത്ഥികളെ അത് വേട്ടയാടുന്നുണ്ട്. അതായത് മന്ത്രി PA മുഹമ്മദ് റിയാസിന് 2 അപരന്മാരും ഒപ്പം തന്നെ 4 പേരുമാണ് PV അൻവറിനും അപരന്മാരായിട്ടുള്ളത്. അപരന്മാരും പത്രിക പിൻവലിച്ചിട്ടില്ല. അത് വലിയ തരത്തിലുള്ള തലവേദന ഈ മുന്നണികളെയും പാർട്ടികളെയും സംബന്ധിച്ച് ഉണ്ട്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തരത്തിലുള്ള ഭീഷണി അവർക്കുണ്ട്. പ്രത്യേകിച്ച് ഒരേ സാമ്യമുള്ള പേരുകൾ, ഈ പേരിലേക്ക് വോട്ടുകൾ പോകുമോ എന്നുള്ള ആശങ്ക പ്രധാനമായും ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്നലെ ചിഹ്നം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വടകരയിൽ KK രമ ആവശ്യപ്പെട്ട ഫുട്ബോൾ ചിഹ്നമായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കടക്കം KK രമയ്ക്ക് ലഭിച്ചത് ഫുട്ബോൾ ആയിരുന്നു. പക്ഷേ ഇന്നലെ ഫുട്ബോൾ ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകിയിരുന്നാലും KK രമയ്ക്ക് ഫുട്ബോൾ ലഭിച്ചില്ല. അവർക്ക് പകരം ലഭിച്ചത് ടെലിവിഷനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫുട്ബോളിന്റെ ചിഹ്നം വഹിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, ഫ്ലക്സുകൾ, ചുവരെഴുത്തുകളൊക്കെ തന്നെയും അവർ നടത്തിയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ വീണ്ടും ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് വളരെ സജീവമായി തന്നെയുണ്ട്. SKN.
ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരാളെ നമുക്കൊരു അതിഥി കൂടിയുണ്ട്. ബ്ലൂ ലൈൻ അതൊരു ആപ്പാണ് കേട്ടോ. ആ ആപ്പിൻ്റെ CEO ഉണ്ട് മുഹമ്മദ് നിസാമുദ്ദീൻ. മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു. ഈ ആപ്പ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ? നിങ്ങളിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നുള്ളൂ? നടന്നാലോ? ഓക്കെ, ഇതൊരു ലേണിംഗ് ആപ്പ് അല്ല, ഇതൊരു ലേണിംഗ് ടൂളാണ്. ഇത് സ്കൂളിനോ ട്യൂഷൻ ക്ലാസ്സിനോ പകരമല്ല. അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷം കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ്. എന്ന് വെച്ചാൽ ക്ലാസ്സിലെടുക്ക് 1 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ടോപ്പിക്കിനെ 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള ചെറിയ വീഡിയോകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അത് NCERT ടെക്സ്റ്റിൽ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണുള്ളത്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്കൗട്ട് പ്രോബ്ലം, എക്സസൈസ് പാർട്ട്, എക്സാമ്പിൾ പാർട്ട്. അതിലേക്ക് പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ക്ലാസ്സിലെടുക്കുന്ന ടോപ്പിക്കിനെ 3 മിനിറ്റ് കൊണ്ട് അവർക്ക് കാണാനും അതിനുശേഷം ഈ ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് 2 ഗെയിൻ ഉണ്ട്. ഒന്ന്, ഏതൊരു എക്സാമിനും മാർക്കാക്കി മാറ്റാൻ പറ്റിയ രൂപത്തിൽ അവർ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗെയിൻ, അവർക്ക് ഒന്നുകിൽ ക്യാഷ് ബാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കോയിൻ ഉണ്ടാവും. ക്യാഷ് ബാക്ക് 10 രൂപ 20 രൂപ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് വാലറ്റിൽ വരും. വാലറ്റിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ മൈ ക്യാഷ് കാണാം. അവിടെ UPI കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ക്യാഷ് അപ്പം തന്നെ വിഡ്രോ ചെയ്യാം. ഇനി കോയിനാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് നമ്മളെ സ്റ്റോറിൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഉണ്ട്, ബ്യൂട്ടി പ്രോഡക്റ്റുകളുണ്ട്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ട്. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ പഠിച്ചിട്ട് കിട്ടിയ കോയിൻ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പ്രത്യേകത. അത് ഒരു ആപ്പ് എങ്ങനെയാ കിട്ടുന്നത്? നമ്മുടെ ബ്ലൂ ലൈൻ അടിച്ചാൽ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലും ഉണ്ട്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലാം ഉണ്ട്. ഇത് ഇന്ത്യയിലും GCCയിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചവരുടെ ഒരു പ്രതികരണം എങ്ങനെയാ? ഏകദേശം 12,000-ഓളം കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോൾ ഉണ്ട്. നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് സമയമാണല്ലോ. വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് പഠിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, നമ്മുടെ ഇത് ഉപയോഗിക്കുന്നവരുടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവര് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പം GCCയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമായിട്ട് 12,000-ഓളം സ്റ്റുഡൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്സാമിന് ശേഷം അവരുടെ റിസൾട്ട് പുറത്തു വരുമ്പോൾ വലിയ വണ്ടേഴ്സ് കാണാം. ഇവിടെ തൃശ്ശൂർ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ ചേട്ടന്മാരെ, സുഖമാണോ? ഇലക്ഷനൊക്കെ എന്തായി? ചൂടായോ? ചൂടായിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂടാ. കാലാവസ്ഥയല്ലേ ചോദിച്ചേ? ഇലക്ഷനും നല്ല ചൂടായി. ചേട്ടാ ഓക്കെ ആണോ? ഡബിൾ ആക്കിയാണ്. എന്നിട്ട് കാര്യങ്ങള് ചേട്ടത്തി എന്തൊക്കെയാ ചേട്ടത്തി? ഇലക്ഷന്റെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? ഓക്കെ, പണി നടക്കട്ടെ. ചേച്ചിയുടെ പണി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.